اللهم صل على سيدنا محمد الفاتح لما خلق الخاتم لما سبق الناصر الحق بالحق والهادي الى صراطك المستقيم وعلى اله السلام عليكم ورحمة الله وبركاته. بسم الله والحمد لله الصلاة والسلام على أشرف المرسلين وعلى آله وصحبه أجمعين أما بعد. اللهم صل وسلم وبارك على سيدنا محمد الفاتح لما أغلق والخاتم لما سبق ناصر الحق بالحق والهادي إلى صراطك المستقيم وعلى آله وصحبه حق قدرك ومقدارك العظيم. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ സംസാരിച്ചത് നഫ്സുൽ അമ്മാറയെ കുറിച്ചാണ്. നഫ്സുൽ അമ്മാറ എന്ന് പറയുന്നത് ഒരു മഹാവ്യാധിയാണെന്നും അധിക ആളുകൾക്കും ആ രോഗാണുവിനെ സുഖപ്പെടുത്താൻ കഴിഞ്ഞിട്ടില്ലെന്നും വളരെ വ്യക്തമായി കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ സംസാരിച്ചു. ഇനി രണ്ടാമത്തെ രോഗാണുവാണ് നഫ്സുൽ ലവ്വാമ. ലവ്വാമ എന്ന് പറയുമ്പോൾ ബഹുമാനപ്പെട്ട ശുജായി മൊയ്ദ് മുസ്ലിയാരൊക്കെ പറഞ്ഞതുപോലെ അമ്മാറത്ത് ഒരു മനുഷ്യനെ എത്രമാത്രം പ്രയാസപ്പെടുത്തുന്നുണ്ടോ അതേപടി പ്രയാസപ്പെടുത്തുന്ന ഒന്ന് തന്നെയാണ് ലവ്വാമയും. അമ്മാറത്തിൻ്റെ അത്ര ശക്തിയില്ലെങ്കിലും ഒരു മനുഷ്യനെ വഴിതെറ്റിക്കുന്നതിൽ ലവ്വാമക്ക് വലിയ പങ്കുണ്ട്. ഈ ലവ്വാമയെക്കുറിച്ച് പറയുന്നതോടുകൂടെ എല്ലാവരും മനസ്സിലാക്കേണ്ട ഒരു കാര്യം, അസ്സൈർ വസുലൂക്ക് ഇല മലിക്കുൽ മുലൂക്ക് പോലത്തെ ഗ്രന്ഥങ്ങളിൽ കാണാൻ കഴിയും. ഇത് അല്ലാഹു സുബ്ഹാനഹു വ തആല ഒരു മനുഷ്യരിൽ നിക്ഷേപിക്കുന്ന രോഗാണുവാണ്. അതൊരു ശൈത്താനാണ്. മനുഷ്യനെന്ന് പറയുന്നത് നഫ്സിനോട് പോരാടി വിജയിച്ച്, ശൈത്താനോട് പോരാടി വിജയിച്ച് അള്ളാഹുവിൻ്റെ ഖുർബിലേക്ക് എത്തേണ്ടവനാണ്. തീരെ ഒരു മത്സരമില്ലാതെ ഒരു പ്രയാസവുമില്ലാതെ അള്ളാഹുവിലേക്ക് അടുപ്പിക്കുക എന്നുള്ളത് ഒരു മനുഷ്യൻ്റെ ഇൻസാനിയത്തിനെ സംബന്ധിച്ചിടത്തോളം അതൊരു പ്രായോഗികമല്ല. അതുകൊണ്ട് തന്നെ ഒരു മനുഷ്യൻ്റെ ജീവിതം ഒരു മത്സരമാണ്. ആ മത്സരത്തിൽ വിജയിക്കണം, അതിനൊരു മനുഷ്യനെ പ്രാപ്തനാക്കണം. അതിനു വേണ്ടി തന്നെയാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ വലിയ രോഗാണുവിനെ അല്ലാഹു തആല മനുഷ്യനിൽ വെച്ചത്. ആ രോഗാണുവിനെ ഇല്ലായ്മ ചെയ്ത് അവനൊരു യഥാർത്ഥ അബ്ദായി മാറണം. അതിനു വേണ്ടിയിട്ടാണ് ഈ നഫ്സുൽ ലവ്വാമ എന്ന് പറയുമ്പോൾ ബഹുമാനപ്പെട്ട ശുജായി മൊയ്ദ് മുസ്ലിയാർ പറയുന്നുണ്ട്, ലൈലുന്നഹാറങ്ങൾ അമ്മാറത്താണ്, ലവ്വാമത്താലും വാലഞ്ഞല്ലോ അല്ലാ. രാവും പകലും മുഴുവൻ 24 മണിക്കൂറും അമ്മാറത്തി എന്ന് പറയുന്ന രോഗം കൊണ്ടും ലവ്വാമത്തി എന്ന് പറയുന്ന രോഗം കൊണ്ടും വലഞ്ഞല്ലോ അല്ലാ എന്ന് പറയുന്ന ഒരു ബൈത്തുണ്ട്. അതിൻ്റെ വിശദീകരണത്തിൽ മഹാന്മാരാകുന്ന ആളുകൾ പറയുന്നുണ്ട്, നഫ്സുൽ ലവ്വാമ എന്ന് പറയുമ്പോൾ തെറ്റായ കാര്യങ്ങൾ ചെയ്യും, തെറ്റായ കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടി നിരന്തരമായി അത് ആവശ്യപ്പെടും. എന്നാലോ തൗബ ചെയ്തുകൊണ്ടേയിരിക്കും ചെയ്യും. അതേപോലെ തന്നെ മറ്റുള്ളവരെ ഉപദേശിക്കാൻ മുൻപന്തിയിലാണ്. എന്നാൽ സ്വയം പ്രവർത്തിക്കോ അതൊട്ടില്ലേനും. ഒരു മനുഷ്യന്റെ നാവിൽ തവാളു വിനയം കൊണ്ടുവരാൻ കഴിയും, പക്ഷെ മനസ്സിൽ അഹങ്കാരം മാത്രമായിരിക്കും. യേശുനി പറയും,
മറ്റുള്ളവരുടെ കുറ്റമന്വേഷിക്കും തുടങ്ങിയവയൊക്കെ ഈ നഫ്സുൽ ലവ്വാമ കൊണ്ടുവരുന്ന ചില കാര്യങ്ങളാണ്. നഫ്സുൽ ലവ്വാമ എന്ന് പറയുമ്പോൾ ഒരു മനുഷ്യനിൽ എല്ലാ നിമിഷവും നല്ലതും ചീത്തയുമായ ചിന്തകൾ ഇട്ടുകൊടുക്കും. എന്നിട്ട് മനുഷ്യനെ അങ്ങോട്ട് അസ്വസ്ഥനാക്കും. ഇതിലേതാണ് ശരി ഏതാണ് തെറ്റി എന്നറിയാതെ മനുഷ്യന്മാരങ്ങോട്ട് ഇടങ്ങേറാകുന്ന ഒരു പ്രയാസപ്പെടുന്ന ഒരു അവസ്ഥയിലേക്ക് മനുഷ്യനെ കൊണ്ടുവരും. ഇതൊക്കെ നമ്മൾ ഓരോ ആളുകൾ നമ്മളെ സ്വന്തം പരിശോധിച്ച് നോക്കുമ്പോൾ നമ്മളിലൊക്കെ ഇതുണ്ട്. ഇതിൻ്റെ ഏറ്റവും വലിയ വിപത്ത് എന്ന് പറഞ്ഞാൽ എന്താണെന്ന് പറയുക, ഒരു മനുഷ്യന് ചില ചിന്തകൾ ഇട്ട് കൊടുക്കും. എന്താണ് ചിന്ത എന്ന് പറയുക? മനുഷ്യനൊരു സാമൂഹ്യ ജീവിയാണ്, അതുകൊണ്ട് തന്നെ മനുഷ്യൻ തെറ്റ് ചെയ്യാനുള്ളതാണ്. തെറ്റ് എന്ന് പറഞ്ഞ സാധനം അല്ലാഹു തആല സംവിധാനിച്ചത് അത് മനുഷ്യനുള്ളതാണ്. അതുകൊണ്ട് മനുഷ്യന്മാർക്ക് തെറ്റ് സംഭവിക്കും. തെറ്റിനെ നിസ്സാരവൽക്കരിക്കുന്ന ഒരു പ്രവണതയിലേക്ക് ഒരു മനുഷ്യനെ കൊണ്ടുവരും. ഏത്? ഈ നഫ്സുൽ ലവ്വാമ എന്ന് പറയുന്നത്. അപ്പൊ സത്യത്തില് നഫ്സുൽ അമ്മാറ എങ്ങനെയാണോ അതേപോലെ തന്നെയാണ് നഫ്സുൽ ലവ്വാമയും. കാരണം ഒരു മനുഷ്യനെ തെറ്റ് ചെയ്യാൻ പ്രേരിപ്പിക്കുകയും, തെറ്റ് എന്ന് പറയുന്ന സാധനം മനുഷ്യന്മാർക്ക് ഉണ്ടാകുന്നതാണ്. തെറ്റ് എന്ന് പറഞ്ഞ സാധനം അല്ലാഹു തആല ഉണ്ടാക്കിയത് അത് മനുഷ്യന്മാർക്ക് വേണ്ടിയിട്ടാണ്. ഇങ്ങനെയുള്ള ചിന്തകൾ ഒരു മനുഷ്യനിൽ ഇട്ടുകൊടുത്ത് തെറ്റുകളെ നിസ്സാരവൽക്കരിക്കുന്ന ഒരു പ്രവണതയിലേക്ക് ഒരു മനുഷ്യനെ ഈ നഫ്സുൽ ലവ്വാമ എന്ത് ചെയ്യും? കൊണ്ടുവരും. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മളെ കാത്തുരക്ഷിക്കട്ടെ. അള്ളാഹുവിൻ്റെ ആരിഫീങ്ങളാകുന്ന ഔലിയാക്കൾ പറയുന്നുണ്ട്, അള്ളാഹുവിൻ്റെ പ്രയാണ വഴിയിലേക്ക് പ്രവേശിക്കുന്ന ഒരു സാലിക്കിന് ഈ 2 ലക്ഷ്യവും മറികടക്കൽ വളരെ പ്രയാസാണ്. നഫ്സുൽ അമ്മാറയെയും നഫ്സുൽ ലവ്വാമയെയും മറികടന്ന് അതിനെ ഇല്ലാതെയാക്കി പൂർണ്ണമായും തനിക്ക് വഴിപ്പെടുന്ന രൂപത്തിലേക്ക് അതിനെ കൊണ്ടുവരാൻ വളരെ പ്രയാസാണ്. അള്ളാഹുവിൻ്റെ പ്രവാചകർ ഹബീബായ മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് 3 സമയത്ത് ഓപ്പറേഷൻ നടന്നിട്ടുണ്ട്. ഒന്ന് നമ്മളൊക്കെ പഠിച്ചിട്ടുണ്ട്. അള്ളാഹിൻ്റെ റസൂല് ലംറത്തിൻ്റെ കൂടെ ആടിനെ മേക്കാൻ വേണ്ടി പോയ സമയത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ വഴിയിൽ കിടത്തിയിട്ട് ബഹുമാന്യരാകുന്ന മുഖറബീങ്ങളാകുന്ന മലായിക്കത്തുകൾ നെഞ്ചുകീറി ചില കാര്യങ്ങൾ അതിനെ എടുത്തു കളയുകയും അതിലേക്ക് ചില കാര്യങ്ങൾ നിക്ഷേപിക്കുകയും ചെയ്തു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ ചെറുപ്പകാലത്ത് തന്നെ തഹ്ലിയത്തും തഹ്ലിയത്തും നടന്നിട്ടുണ്ട്. തഹ്ലിയത്ത് എന്ന് പറഞ്ഞാൽ റസൂലുള്ളാഹിന്റെ ഹൃദയത്തിലുള്ള കച്ചറകളെ നീക്കി. ആ കച്ചറകൾ എന്ന് പറഞ്ഞാൽ ഏതാണ്? നഫ്സുൽ അമ്മാറ, നഫ്സുൽ ലവ്വാമ പോലത്തെ കച്ചറകൾ നീക്കി. എന്നിട്ട് ഇൽമും ഇർഫാനും ഹുബ്ബും അല്ലാഹു സുബ്ഹാനഹു വ തആല നിറച്ചു. അപ്പൊ ആദ്യം അല്ലാഹു തആല 1ാമത്തെ പ്രാവശ്യം കീറിയപ്പോ നഫ്സുൽ അമ്മാറയെ പൂർണ്ണമായും അല്ലാഹു സുബ്ഹാനഹു വ തആല നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളിൽ നിന്ന് ഇല്ലാതെയാക്കി. അതിനില്ലാതെയാക്കുക എന്ന് പറഞ്ഞാൽ അതിനൊന്നും ചെയ്യാൻ പറ്റാതെയാക്കി. പിന്നെയും അള്ളാഹുവിൻ്റെ പ്രവാചകർ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ 2 വട്ടം റസൂലുള്ളാഹിന്റെ നെഞ്ച് കീറിയിട്ടുണ്ട്. ഒന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് നുബുവത്ത് ലഭിക്കുന്നതിന്റെ മുമ്പ്. അപ്പോഴും റസൂലുള്ളാഹിന്റെ നെഞ്ച് കീറിയിട്ട് ക്ലിയർ ആക്കിയിട്ടുണ്ട്. അവിടെയും തഹ്ലിയത്തും തഹ്ലിയത്തും നടന്നിട്ടുണ്ട്. പിന്നെ അള്ളാഹുവിൻ്റെ പ്രവാചകർ ഹബീബായ മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അള്ളാഹുവിനെ കാണാൻ വേണ്ടി മിഅ്റാജിന്റെ യാത്രക്ക് മുമ്പായി അള്ളാഹുവിനെ കാണാൻ പറ്റുന്ന പൂർണ്ണമായ നിലക്ക് ഖാബ ഖൗസൈനി ഔ അദ്ന, അമ്പ് വില്ലിനോട് അടുക്കുന്നത് പോലെ ഹൃദയസ്പർശിയായ നിലക്ക് അള്ളാഹുവിനെ കണ്ട് തിരിച്ചു പോരണം. അതിന് റസൂലുള്ളാഹിന്റെ ഹൃദയം അല്ലാഹു തആല മൊഞ്ചാക്കി കഴുകി വൃത്തിയാക്കി. മഹാന്മാരാകുന്ന ആളുകൾ പറയുന്നു, ഈ 3 ഓപ്പറേഷൻ സർജറി അത് നടന്നത് അമ്മാറത്ത്, ലവ്വാമത്ത്, മുൽഹിമത്ത്, ഈ 3 സാധനങ്ങളെ കഴുകി വൃത്തിയാക്കിയതാണ്. അപ്പോ അള്ളാഹുവിൻ്റെ പ്രവാചകർ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ ഒരു കഴുകി വൃത്തിയാക്കൽ നടന്നിട്ടുണ്ട്.
എന്നാൽ ആരിഫീങ്ങളാകുന്ന ആളുകൾക്കും ഇതുപോലെ ഓപ്പറേഷൻ നടക്കും. പക്ഷെ അത് ആന്തരികമായിട്ടേ നടക്കുള്ളൂ. അവരെ ആ ഓപ്പറേഷൻ നടത്തുന്ന ആളുകളാണ് ആര്? മുറബ്ബിയായ മശായിഖന്മാർ. മുറബ്ബിയായ മശായിഖന്മാരാണ് ഒരു മുരീദിന്റെ ഹൃദയത്തിലുള്ള അമ്മാറത്തിനെയും ലൗവാമത്തിനെയും മുൽഹിമത്തിനെയും പൂർണ്ണമായും അവിടുന്ന് ഇല്ലാതെയാക്കി അവിടെ ഇൽമും ഇർഫാനും അതുപോലെ തന്നെ ഹുബ്ബും റിളയും ഒക്കെ നടക്കുന്നത് ഒരു മുറബ്ബിയായ മശായിഖാണ്. അപ്പൊ നഫ്സുൽ അമ്മാറയാവട്ടെ നഫ്സുൽ ലവ്വാമയാവട്ടെ പൂർണ്ണമായിട്ടും അതിന്റെ നിയന്ത്രണങ്ങൾ ഇല്ലാതെയാക്കാൻ ഒരു മുറബ്ബിയായ ശേഖിന് മാത്രമേ എന്ത് ചെയ്യുള്ളൂ, കഴിയുള്ളൂ. അള്ളാഹുവിന്റെ ആരിഫീങ്ങളാകുന്ന ഔലിയാക്കൾ വളരെ വ്യക്തമായി അവരെ കിതാബിലെ കാര്യങ്ങളൊക്കെ രേഖപ്പെടുത്തുന്നുണ്ട്. അള്ളാഹു സുബ്ഹാനഹു വ തആല നഫ്സുൽ അമ്മാറയുടെയും നഫ്സുൽ ലവ്വാമയുടെയും എല്ലാ ശർറുകളെ തൊട്ടും അള്ളാഹു നമ്മളെ കാത്തുരക്ഷിക്കട്ടെ. ഇൻഷാ അള്ളാഹ് അടുത്ത ക്ലാസ്സിൽ നമുക്ക് മുൽഹിമത്തിനെ കുറിച്ച് നമുക്ക് സംസാരിക്കാം. അള്ളാഹു തൗഫീഖ് ചെയ്യട്ടെ. റബ്ബനാ തഖബ്ബൽ മിന്നാ ഇന്നക അൻതസ് സമീഉൽ അലീം വതുബ് അലൈനാ ഇന്നക അൻതത് തവ്വാബുർ റഹീം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.